ഗർഭപാത്രത്തിലെ കുഞ്ഞിന് പൊക്കിൾക്കൊടി ഒരു ജീവനാഡിയാണ്. കുഞ്ഞിന്റെ അടിവയറ്റിൽ നിന്ന് മറുപിള്ളയിലേക്ക് ഓടുന്ന പൊക്കിൾക്കൊടിയിൽ സാധാരണയായി 3 രക്തക്കുഴലുകൾ അടങ്ങിയിരിക്കുന്നു. ഏകദേശം 21 ഇഞ്ച് നീളം ഇതിനുണ്ട്. ഇത് വളരുന്ന ഗർഭപിണ്ഡത്തിന് ഓക്സിജൻ, രക്തം, പോഷകങ്ങൾ എന്നിവ നൽകുന്നു. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഗർഭാവസ്ഥയുടെ അവസാനത്തിൽ കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി പൊതിയുന്നതിനെക്കുറിച്ച് പ്രസവ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നും ചില ഗർഭിണികൾ ആശങ്കപ്പെടാറുണ്ട്. ഇത് സംഭവിക്കാനുള്ള കാരണങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ന്യൂച്ചിൽ കോഡുകൾ എന്ന് അറിയപ്പെടുന്ന ഈ അവസ്ഥ സാധാരണമായിട്ട് കാണുന്ന ഒന്നാണ്. ഗർഭകാലത്തോ പ്രസവ സമയത്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. എല്ലാ പ്രസവങ്ങളിലും 20 മുതൽ 30% വരെ ന്യൂച്ചിൽ കോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ഗർഭസ്ഥ ശിശുവിന്റെ ക്രമരഹിതമായ ചലനമാണ് ന്യൂച്ചിൽ കോഡിന്റെ പ്രധാന കാരണം. കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി പൊതിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റു കാരണങ്ങളാണ് അധിക നീളമുള്ള പൊക്കിൾക്കൊടി, അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ ചലനം കൂടുതൽ അനുവദിക്കുന്ന തരത്തിലുള്ള കൂടുതലായിട്ടുള്ള അമ്നിയോട്ടിക് ദ്രാവകം. സാധാരണയായി ജനന സമയത്ത് ന്യൂച്ചിൽ കോഡുകൾ കണ്ടെത്താറുണ്ട്. ചില സമയങ്ങളിൽ അൾട്രാസൗണ്ട് സ്കാൻ വഴിയും ഇത് കണ്ടെത്താറുണ്ട്. ഗർഭപാത്രത്തിൽ ന്യൂച്ചിൽ കോഡുകൾ തടയുന്നതിനോ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് അവയെ അഴിച്ചു മാറ്റുന്നതിനോ ഇതുവരെ ഒരു മാർഗവുമില്ല. എന്നാൽ ഒരു കുഞ്ഞ് ന്യൂച്ചിൽ കോഡുമായി ജനിക്കുമ്പോൾ അത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായതിനാൽ തന്നെ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങളുടെ ഡോക്ടർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. കഴുത്തിലോ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ ആണ് പൊക്കിൾക്കൊടി കുടുങ്ങിയിരിക്കുന്നതെങ്കിൽ സങ്കോച സമയത്ത് അതിൽ കുടുങ്ങിയ പൊക്കിൾക്കൊടിയിലൂടെ രക്തയോട്ടം കുറയാനിടയുണ്ട്. ഇത് സങ്കോച സമയത്ത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കുറയാൻ കാരണമാകും. പ്രസവത്തിന് മുൻപ് രക്തയോട്ടം പൂർണ്ണമായും നിലച്ചാൽ പ്രസവം സംഭവിക്കാം. മിക്ക പ്രസവ സമയത്തും കുഞ്ഞിന് ന്യൂച്ചിൽ കോഡ് ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയില്ലാത്തതിനാൽ കുഞ്ഞിന്റെ തലയ്ക്ക് ശേഷം ഡോക്ടർ കുഞ്ഞിന്റെ കഴുത്തിൽ ന്യൂച്ചിൽ കോഡ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് പതിവാണ്. സാധാരണയായി ചരട് അയഞ്ഞായിരിക്കും. കുഞ്ഞിന്റെ തലയ്ക്ക് മുകളിലൂടെ വഴുതി പോകാം. ചിലപ്പോൾ ഇത് വളരെ ഇറുകിയതായിരിക്കും. അതിനാൽ തലയ്ക്ക് മുകളിലൂടെ എളുപ്പത്തിൽ വഴുതി പോകും. പ്രസവത്തിന് മുമ്പ് ഡോക്ടറോ നഴ്സോ ചരട് മുറുകെ പിടിച്ച് മുറിക്കും. പ്രസവിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ചരട് മറുപിള്ളയിൽ നിന്ന് വേർപെട്ടു പോകുന്നത് ഇത് തടയുന്നു. ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ന്യൂച്ചിൽ കോഡ് സാധാരണമാണ്. ഈ അവസ്ഥ മൂലമുണ്ടാവുന്ന സങ്കീർണതകളും അപൂർവമാണ്. നിങ്ങളുടെ കുഞ്ഞിന് ന്യൂച്ചിൽ കോഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഭ്രമിക്കാതെ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശാന്തമായ മനസ്സോടു കൂടി പ്രസവത്തിന് തയ്യാറാവുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.